ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡേറ്റ്സ് ലഡു ആണ്. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമുക്കിപ്പോൾ നട്ട്സൊക്കെ കൊടുക്കുമ്പോൾ ചെറിയ പേടി ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ആക്കി കൊടുത്ത് നല്ല സ്വീറ്റ് ആയിട്ടും ഉണ്ടാകും. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഹെൽത്തിയാണ്. കുട്ടികൾക്ക് മാത്രമല്ല, നമ്മൾ മുതിർന്നവർക്കും ഇത് കഴിക്കുന്നത് നല്ലതാണ്. നമുക്ക് സ്നാക്സിൻ്റെ സമയത്തൊക്കെ മറ്റ് എണ്ണക്കടികളൊക്കെ കഴിക്കുന്ന സമയത്ത് ഇത് കഴിക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അത് തന്നെ ഇതിനായിട്ട് നമ്മൾ ഡേറ്റ്സ് എടുത്തിട്ട് അതിൻ്റെ സീഡ് റിമൂവ് ചെയ്ത് വെക്കണം. ഇത് ഞാൻ ഓൾറെഡി വാഷ് ചെയ്തിട്ടാണ് റിമൂവ് ചെയ്യുന്നത്. എല്ലാ ഡേറ്റ്സും നമ്മൾ സീഡ് റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് ഇതേപോലെ ബദാം പരിപ്പാണ്. അത് നമ്മൾ ഒരു ഗ്ലാസ് എടുത്ത് അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ചെറുതായിട്ട് സ്മെല്ലും മാറും. ഒരൊക്കെ ഇതിങ്ങനെ പൊട്ടി പൊട്ടി വരാൻ തുടങ്ങും. അപ്പോഴാണ് ഇതിൻ്റെ പാകം ഇതൊക്കെ ഉണ്ടാവും. പൊട്ടിയിട്ടുണ്ട്, അതുപോലെ പൊട്ടി വരും. അപ്പോഴാണ് ഇത് റെഡിയായി നാവുക. എന്നിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പൊട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് വേണ്ടത് പീനട്ടാണ്. ഇത് പച്ചയാണ് കേട്ടോ, പച്ച പീനട്ടാണ്, വറുത്തതല്ല. നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. ഇത് നന്നായിട്ട് വറുത്തെടുക്കാം. ഇതിൻ്റെ തൊലിയൊക്കെ കളയണം. നന്നായിട്ട് വറുത്തെടുക്കാം. നമുക്ക് ഇതിൻ്റെ പീനട്ടൊക്കെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ബ്ലാക്ക് കളറൊക്കെ ആയിട്ടുണ്ട്. കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് പോലൊക്കെ അടർന്ന് വരാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. കളഞ്ഞതിന് ശേഷമാണിത്. എന്നിട്ട് ഇത് നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഓരോന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഫൈൻ പൊടിയായിട്ട് മാറണ്ട, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് അതുപോലെ തന്നെ ആൽമണ്ട്സും നന്നായി പൊടിച്ചെടുക്കാം. രണ്ടും ഒരുമിച്ചിട്ടു. അടുത്തതായിട്ട് നമ്മൾ ഡേറ്റ്സ് ആണ്. അതും ഇതുപോലെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ആ അരച്ചെടുത്ത ഡേറ്റ്സിലേക്ക് നമുക്ക് ഈ നട്ട്സിൻ്റെ പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് ബോൾസ് ആക്കി മാറ്റുകയാണ് വേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്യണം. ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് മാറ്റാം. നമ്മൾ ബോൾസെല്ലാം റെഡിയായി കഴിഞ്ഞ് ഞാൻ ഇതിന് ശേഷം ഇതിങ്ങനെ ജസ്റ്റ് ആ നട്ട്സിൻ്റെ പൗഡറിലേക്ക് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയും കൂടി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഡേറ്റ്സ് ലഡു ഇത് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയണം. വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. നമുക്ക് കുഞ്ഞുകുട്ടികൾക്കൊക്കെ തൊണ്ടയിൽ കുടുംബമൊക്കെ പൊടിച്ചിട്ട് നട്ട്സൊക്കെ കൊടുക്കാൻ പേടിയല്ല. ഇങ്ങനെ കൊടുക്കുമ്പോൾ അവരെ വയറ്റിലെത്തിൻ്റെ സൂപ്പർ ടേസ്റ്റാണ്. ബൈ.